ഫെയ്മാൻ ടെക്നിക്കിൽ നമ്മൾ പറയുന്നത് കുട്ടി ടീച്ചറാകുന്നതിനെ കുറിച്ചാണ്. കുട്ടി പഠിച്ച കാര്യങ്ങൾ രക്ഷിതാക്കളെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ റീലിലെല്ലാം ചർച്ച ചെയ്തത്. ഇപ്പോൾ മാത്സ് പഠിക്കുന്ന കുട്ടി ആ പഠിച്ച കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ആവശ്യപ്പെട്ടാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്ത് കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ നമ്മൾ ഉടൻ തന്നെ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതവിടെ ബ്രേക്കാവും. അതിന് പകരം കുട്ടി പറഞ്ഞു തീരുന്നത് വരെ വളരെ ക്ഷമയോടുകൂടി നാം കേട്ടിരിക്കണം. എവിടെയെങ്കിലും കുട്ടി സ്റ്റക്കാവുന്നുണ്ടെങ്കിൽ ആ സ്റ്റക്കാവുന്ന ഭാഗത്ത് വീണ്ടും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കുട്ടിയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. സ്റ്റക്കാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പഠന സമയത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ അതൊരു പോസിറ്റീവ് സൈനാണ്. ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ വളരുന്നതിൻ്റെ ലക്ഷണമായിട്ട് വേണം നാം അതിനെ കാണാൻ. ഓരോ പഠന സമയത്തിന് ശേഷവും 5 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സയൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്റ്റോറി ഉപയോഗിച്ചാണ് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് കുറേ കൂടി ഗുണകരമായിരിക്കും. കാരണം കഥ പറയുമ്പോൾ അതൊരിക്കലും മറക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഏത് കൺസെപ്റ്റിലും ക്ലാരിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കുട്ടിക്ക് തീർച്ചയായിട്ടും മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് ആ ഒരു എബിലിറ്റി വർദ്ധിച്ചു വരും. അതോടൊപ്പം അങ്ങനെ വർദ്ധിക്കുമ്പോൾ കുട്ടിയുടെ എബിലിറ്റി, കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള എബിലിറ്റി വർദ്ധിക്കും.